ഈ കഴിഞ്ഞ ആഴ്ച സിബിൻ സ്കോർ ചെയ്തൊരാഴ്ചയായിട്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ചരിത്രത്തിൽ രേഖപ്പെടും. കാരണം ആ ലെവലിൽ സിബിൻ കളിച്ചു. ലൈവ് കണ്ടവർക്ക് അറിയാം. എന്റർടൈൻമെന്റ് ആയി കഴിഞ്ഞാലും മൈൻഡ് ഗെയിം ആയി കഴിഞ്ഞാലും എല്ലാത്തിലും വളരെ മുന്നിട്ട് നിന്നു സിബിൻ. പക്ഷെ അങ്ങനെ ഒരാൾ മാത്രം പൊങ്ങി വരുന്നത് കാണുമ്പോൾ ബിഗ് ബോസിന്റെ ഷോ ഡയറക്ടർ ആയിട്ടുള്ള ആപ്പിസ് എന്ന് പറയുന്നവന്റെ ഈഗോ ഹേർട്ട് ആവും. ഫ്രജൈൽ ഈഗോ ഹേർട്ട് ആവും എന്ന് തന്നെ പറയാം. അപ്പൊ ഈ ആഴ്ച ലാലേട്ടനെ കരുവാക്കി അതും ഇതും പറഞ്ഞ് അവരെ അടിച്ചൊതുക്കാനുള്ളതൊക്കെ സ്ക്രിപ്റ്റിൽ അടിച്ചു ചേർക്കാറാണ് പതിവ്. അതാണ് എല്ലാ തവണയും കാണിക്കാറുള്ളത്. ഇത്തവണ സിബിനോടും കാണിച്ചത് അത് തന്നെയാണ്. സിബിന്റെ ഊഴമായിരുന്നു എന്നൊരു കാര്യമേ ഉള്ളൂ. സിബിൻ പറഞ്ഞതിന്റെ പേരിലാണ് ജിൻഡോ ജാസ്മിനോട് കാലേ വാരി നിലത്തടിക്കും എന്നൊരു നരേറ്റീവ് ഈ പറയുന്ന ആർട്ടിസ് എന്ന് പറയുന്നവൻ സ്ക്രിപ്റ്റില് ഉണ്ടാക്കിയെടുത്തു. ജിൻഡോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ കൊളോക്കിയലായിട്ട് ആ ഒരു ലിവിംഗ് റൂമിന്റെ മീറ്റിംഗിന്റെ സമയത്ത് പറഞ്ഞതാണ്. അത് കറക്റ്റ് ആയിട്ട് ലൈവില് കാണിക്കുന്നുണ്ട്. ഇതേ സാധനം തന്നെ വീട്ടിലും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫ്യൂ മിനിറ്റ്സ് ബിഫോർ എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് സിബിൻ ഇങ്ങനെ പറഞ്ഞ ചെവിയിൽ ഓതി കൊടുത്തു എന്നാക്കി അവരങ്ങ് വരുത്തി തീർത്തു. സിബിൻ കീ കൊടുത്താൽ തിരിയുന്ന പാവയാണ് ജിൻഡോ എന്ന് അവിടെ ഓൾറെഡി ഉള്ളൊരു ടോക്കാണ്. ജാസ്മിൻ ഒക്കെയാണ് ആ ഒരു ടോക്ക് നടത്തുന്നത്. ഇതിനെ ഞാൻ നോക്കി കാണുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മളൊക്കെ വളരെ കാഷ്വൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇത് എന്റെ അടുത്ത് കൂടുതൽ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ കാലേ വാരി ഞാൻ നിലത്തടിക്കുമെന്ന് തന്നെ പറയും. അത് ഒരു തരത്തിലുള്ള പ്രൊവോക്കിങ്ങും അല്ല, ഒരു കാഷ്വൽ മൈക്രോ അഗ്രഷൻ എന്ന രീതിയിൽ പരിഗണിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ല, ഞാൻ ആരോടാണ് ഈ മൈക്രോ അഗ്രഷൻ എന്നൊക്കെ ഈ പറയുന്നത്? ഈ സീസണിന്റെ ഷോ ഡയറക്ടർ ആയിട്ടുള്ള ആപ്പിസ് എന്ന് പറയുന്നവന് അഗ്രഷൻ എന്നൊരു വാക്കേ അറിയത്തുള്ളൂ. അത് വെച്ചിട്ടാണ് സിബിനെ ഇന്ന് തേച്ചൊട്ടിക്കാൻ ശ്രമിച്ചത് പുള്ളി. വന്നു കയറിയ ഫസ്റ്റ് വീക്കിൽ തന്നെ അവിടെ ആരെക്കാട്ടിലും നല്ല ഒന്നാന്തരം ഗെയിം കഴിച്ചു വെച്ചൊരു മത്സരാർത്ഥിയാണ് സിബിന്. അതിലൊന്നും ആർക്കും ഒരു തർക്കം ഉണ്ടാകുന്നില്ല. അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. അങ്ങനെ ഒരാളെ അഴിഞ്ഞാടാൻ വിടാതെ പിടിച്ചു കെട്ടുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ചെയ്തത്. ലാലേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആപ്പിസ് എന്ന് പറയുന്നവൻ എഴുതി കൊടുക്കുന്നതല്ലാതെ ലാലേട്ടനൊന്നും പറയത്തൊന്നുമില്ല. പവർ റൂമിൽ നിന്ന് ഇറക്കിയത് തന്നെ വലിയൊരു ശിക്ഷയാണ്. കാരണം കഷ്ടപ്പെട്ട് ടാസ്ക് കളിച്ച് ജയിച്ചിട്ടാണ് സിബിൻ അതിനകത്തേക്ക് വീണ്ടും കയറിയത്. എന്നിട്ട് ഇത് കഴിഞ്ഞ് ലാലേട്ടന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിലെ സിബിനെ പങ്കെടുക്കാൻ സമ്മതിച്ചില്ല. ഇങ്ങനെയൊക്കെ ഒരാളോട് കാണിക്കുന്നതാണ് ഇവർ ഈ പറയുന്ന മാനുഷിക പരിഗണന. അത് എത്രത്തോളം പുള്ളിക്ക് വേദന ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു കാര്യമൊക്കെ. അതിഗംഭീരമായ കോണ്ടന്റുകൾ ഡെലിവർ ചെയ്തൊരു ആളെയാണ് ഇവരിങ്ങനെ പണിഷ് ചെയ്യുന്നതെന്ന് ഓർക്കണം. ഇത് ഇവരുടെ ഷോയെ തന്നെയാണ് ബാധിക്കുന്നത്. പിന്നെ സിബിനെ ബിഗ് ബോസും വിഷമിപ്പിച്ചു എന്നൊരു കാര്യം എനിക്ക് പറയാതെ വയ്യ. ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിഷമം സിബിൻ നേരിട്ടു. ഈ ടാസ്കിൽ പങ്കെടുക്കാതെ ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുന്ന സിബിനോട് എത്രയും പെട്ടെന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പവർ റൂമിൽ നിന്ന് ഇറങ്ങാൻ പുള്ളി പറയുവാണ്. എന്തിനിറങ്ങണം? അയാൾ കളിച്ച് നേടിയതാണ്. പുതിയ പവർ റൂം അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് വരെ സിബിൻ അതിലേക്ക് കയറാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. സിബിൻ കളിച്ച് നേടിയതാണ്. നിങ്ങൾ ഒരു കാര്യം, ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. പുറത്താക്കി തിരിച്ചു കയറ്റിയ ആ നാണം കെട്ടവനായിട്ടുള്ള ഗബ്രിയെ ഒരാഴ്ച പവർ റൂമിൽ കുടിയിരുത്തിയ ആളാണ് ബിഗ് ബോസ്. അങ്ങനെയുള്ള ഭീതിയാണ് ഇവിടെ സിബിനോട് ഈ രീതിയിലുള്ള വൃത്തികെട്ട ഇമ്പോസിഷൻ നടത്തുന്നത്. ഇതൊക്കെ ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്? അല്ല, കയ്യിലിരിപ്പ് കൊണ്ട് സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങി 23 വയസ്സുകാരി കുണ്ണുമാവയെ പ്രീതിപ്പെടുത്താനാണോ? അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു കുണ്ണുമാവ. ഇനി ആ വൃത്തികെട്ടവൾക്കാണ് ഈ സീസണിന്റെ വിജയകിരീടം. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിനെ ഒട്ടും ഡെറോഗേറ്ററി ആയിട്ട് നിങ്ങൾ ആരും കാണരുത്. എന്നെ ജാൻമണിയുടെ PR ആക്കിയ പോലെ ഇനി സിബിന്റെയും PR ആക്കാൻ വേണമെങ്കിൽ. പക്ഷെ സത്യത്തിന്റെ കൂടെ നിൽക്കും ഞാൻ. എന്തായാലും സത്യത്തിന്റെ കൂടെ തന്നെ നിൽക്കും. സത്യത്തിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ പട്ടം ഞാൻ ഏറ്റുവാങ്ങുമെങ്കിൽ അതെങ്കിൽ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. പക്ഷെ സത്യങ്ങൾ പറയാനും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാനും എന്നും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.